ഹായ് മക്കൾസ്, നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു ഗ്രാഫ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറോ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതേ മക്കൾസ്, നമ്മുടെ ആനുവൽ എക്സാമിന് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിനകത്ത് ചലന സമവാക്യങ്ങൾ, ഇക്വേഷൻ ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും നിങ്ങൾ പഠിക്കേണ്ടതും ഏറ്റവും ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ചില കുട്ടികൾക്ക്, അതും അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ഗ്രാഫ് എന്ന് കേൾക്കുമ്പോഴേ ദേഷ്യമായിരിക്കാം. അങ്ങനത്തെ മക്കൾസിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സംസാരിക്കുന്ന ജെയ്ക്കാണ്, നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകനാണ്. നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഗ്രാഫുകൾ പരിചയപ്പെടാൻ മക്കൾ നോക്കൂ. ആദ്യത്തെ ഗ്രാഫിലേക്ക് നോക്കുക. ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ഥാനം, പൊസിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എക്സ് ആക്സിസിൽ നമുക്ക് ടൈം സെക്കൻഡിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡിങ്ങിന് കൊടുക്കുന്നതാണ് പൊസിഷൻ ടൈം ഗ്രാഫ്, അതായത് സ്ഥാന സമയ ഗ്രാഫ് എന്നാണ് പറയുക. ഇനി ഈ ഗ്രാഫിനകത്തുള്ള ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും, ഇതിനകത്ത് സ്ലോപ്പ് എന്തിനു സൂചിപ്പിക്കുന്നു? അതായത് എന്തായിരിക്കും? ഇത് യൂണിഫോം സ്പീഡാണ്. യൂണിഫോം എന്തായിരിക്കും? സ്പീഡ്. സമചലനമാണ്. ഇതെന്തായിരിക്കണം? സമചലനമല്ല, സമവേഗം. അപ്പോൾ ആദ്യം നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് ഒരു ഗ്രാഫ് നമുക്ക് ചോദിക്കരുത്. തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്തിനെ സൂചിപ്പിക്കുന്നു? അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്തിനെ സൂചിപ്പിക്കുന്നുണ്ട്? അത് യൂണിഫോം സ്പീഡായിരിക്കും, സമവേഗത്തിലാണെന്നൊക്കെ നമുക്ക് പറയാം. ഇനി രണ്ടാമത് പരീക്ഷയ്ക്ക് വരുന്നൊരു ചോദ്യം, ഇതിനകത്തുള്ള സ്കെയിലുകൾ നിങ്ങളോട് അടയാളപ്പെടുത്താൻ പറയും. അപ്പോൾ ഓൾറെഡി ഇവിടെ നിന്ന് എക്സ് അക്ഷം, അതായത് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ, ഇതാണ് എക്സ്. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡാണ്. ഈ ചിത്രത്തിലേക്ക് നോക്കൂ, ഇവിടെ ഉണ്ടല്ലോ 1 സെൻറ്റിമീറ്റർ 2 സെക്കൻഡ്, 4 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 സെക്കൻഡ്, ഇങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് ഓരോ സെൻറ്റിമീറ്ററും 2 സെക്കൻഡ് വീതമാണ് കൂടി പോകുന്നത്. അതുകൊണ്ട് എക്സ് ആക്സിസിൽ എപ്പോഴും നമുക്കൊരു എത്രയാണ്? 2 സെക്കൻഡ്. 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. അപ്പോൾ പരീക്ഷയ്ക്ക് എപ്പോഴും സ്കെയിൽ തോതെഴുതാൻ പറയും. ഇനി അടുത്ത് വൈ ആക്സിസിൽ നമുക്ക് തന്നിട്ട് നോക്കുക. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 5 വെച്ചാണ് കൂടി പോകുന്നത്, 5 അല്ലേ? അപ്പോൾ എന്താണ്? 5 മീറ്റർ, ഇവിടെ 5 മീറ്റർ, ഇവിടെയും 5 മീറ്റർ. അതുകൊണ്ട് ഇവിടെ 5 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ മക്കൾ ഓർത്തേക്കുക, സ്ലോപ്പ് എന്തിനെ സൂചിപ്പിക്കുന്നു, ഇത് ഏത് ടൈപ്പുള്ള ഗ്രാഫാണ്, അതോടൊപ്പം തന്നെ എന്തിൻ്റെ സ്കെയിൽ എഴുതാൻ പറയും. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത്തെ ഗ്രാഫ് നോക്കൂ, വെലോസിറ്റി ടൈം ഗ്രാഫ്. അങ്ങനെയെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമ്മളോട് ചോദിക്കുകയാണ്, ഇതിൻ്റെ സ്ലോപ്പ് എന്തിനെ സൂചിപ്പിക്കുന്നു? അത് യൂണിഫോം ആക്സിലറേഷൻ ആയിരിക്കും. എന്താണ്? ത്വരണമാണ്. അതായത് സമത്വരണത്തെ സൂചിപ്പിക്കുന്നത്. അതായത് ഇവിടെ ത്വരണം എന്ത് ചെയ്യുന്നു? കറക്റ്റായിട്ട് കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഒരു അതോടെ തന്നെ വെലോസിറ്റി ടൈം അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിൽ സ്ലോപ്പ് എന്തിനെ സൂചിപ്പിക്കുന്നു? അതിൻ്റെ ത്വരണം ആക്സിലറേഷനെ സൂചിപ്പിക്കുന്നു എന്ന് ഓർത്തിരിക്കാം. ഇനി അതോടൊപ്പം തന്നെ ഇവിടെ എക്സ് ആക്സിസിൽ ടൈം എടുത്തിട്ടുണ്ട്, വൈ ആക്സിസിൽ വെലോസിറ്റി, അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ പ്രവേഗം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് സ്കെയിൽ എഴുതാൻ പറയുന്നു. അപ്പോൾ എക്സ് ആക്സിസിൽ എന്താണ്? 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് വെച്ചാണ് കൂടുന്നത്. അപ്പോൾ 2 സെക്കൻഡ് എന്ന് എഴുതുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് വൈ അക്ഷത്തിൽ എന്താണ്? 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? ഇവിടെ നോക്കുക, 10, 20, 30, 40, 50. അപ്പോൾ 10 വെച്ചാണ് കൂടുന്നത്. അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ്. കാരണം എന്താണ്? ഇത് വെലോസിറ്റി ആണ്. അതുകൊണ്ട് ഇവിടെ 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ ഗ്രാഫിലേക്ക് നോക്കുക. നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിനകത്ത് ആകെ ഈ 2 ടൈപ്പ് ഗ്രാഫുകൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഒന്ന് പൊസിഷൻ ടൈം ഗ്രാഫും മറ്റൊന്ന് വെലോസിറ്റി ടൈം ഗ്രാഫും. അപ്പോൾ ഈ ഗ്രാഫിനകത്തും ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാം. അങ്ങനെയെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് വന്നൊരു ഗ്രാഫ് ഇവിടെ നോക്കൂ. ഈ ഗ്രാഫിനകത്ത് OA എന്ന് പറഞ്ഞാൽ OB BC എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് ഇത് ഏത് ഗ്രാഫായിരിക്കും? ഇവിടെ ടൈം തന്നിട്ടുണ്ട്, ഇവിടെ വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഈ ഗ്രാഫ് ഏതായിരിക്കും? ഇതേതാണ്? വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ആ ഗ്രാഫിന് പേര് നൽകുക. നെയിം ദ ഗ്രാഫ്. എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അതിലാർക്കും ഒരു കാണും, വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത് നോക്കും. ഇവിടെ ആക്സിലറേഷൻ കൂടുന്നുണ്ട് അല്ലേ? ഇവിടെ ആക്സിലറേഷൻ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. A to B എന്ന് പറഞ്ഞ ആക്സിലറേഷനിൽ എന്താണ്? ഇത് യൂണിഫോം വെലോസിറ്റിയാണ്. യൂണിഫോം പ്രവേഗം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രവേഗം മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് ആക്സിലറേഷൻ, ത്വരണം എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ കുറയാണ് ചെയ്യുക. അതിനെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, റിട്ടേർഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? മറക്കരുത്. നോക്കുക. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആദ്യ 2 സെക്കൻഡിൽ എന്ന് പറഞ്ഞാൽ നോക്കുക,
ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ, ഇതാണ് ആദ്യ 2 സെക്കൻഡ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ ആദ്യ 2 സെക്കൻഡ്, അതായത് OA എന്നാണ് അർത്ഥം. ആദ്യ 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? OA എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യ 2 സെക്കൻഡ് അത് ഏതായിരിക്കും? ഇത് കറക്റ്റ് അല്ല പോകുന്നത്. അതുകൊണ്ട് ഇത് ഏതായിരിക്കണം? ഓർത്തേക്ക്, ആദ്യ 2 സെക്കൻഡ് എന്താണ്? സമത്വരണമാണ്. ഏതായിരിക്കണം? സമത്വരണം. കൺഫ്യൂഷൻ വരരുത്. സമത്വരണം, അതായത് യൂണിഫോം ആക്സിലറേഷൻ. നോൺ യൂണിഫോം അല്ല, യൂണിഫോം ആക്സിലറേഷൻ. ഇനി ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഗ്രാഫിൽ BC ഏത് തരം ചലനം സൂചിപ്പിക്കുന്നു? ഗ്രാഫിൽ BC എന്ന് പറഞ്ഞതാണ്. ഒരു കൺഫ്യൂഷൻ വേണ്ട. വെലോസിറ്റി കുറഞ്ഞ് 0യിലേക്ക് എത്തിച്ചേരണം. അതുകൊണ്ട് ഇവിടെയുള്ള എന്താണ്? മന്ദീകരണം, റിട്ടേർഡേഷൻ എന്നാണ്. അപ്പോൾ നമ്മൾ ആൻസർ എന്ത് വന്നു? റിട്ടേർഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണം. എന്താ പറയുക? മന്ദീകരണം. ഓർത്തേക്ക്, വളരെ ഈസിയാണ്, പക്ഷേ നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് കൂടുതലുമാണ്. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യ 2 സെക്കൻഡിൽ ത്വരണം കണ്ടെത്തുക. ആദ്യ 2 സെക്കൻഡിലെ ത്വരണം കണ്ടെത്താണ്. ഫൈൻഡ് ഔട്ട് ദ ആക്സിലറേഷൻ ഇൻ ഫസ്റ്റ് 2 സെക്കൻഡ് ആണ്. ആദ്യത്തെ 2 സെക്കൻഡിൽ ത്വരണം കണ്ടെത്താണ്. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ എത്തുകയാണ്. അപ്പോൾ ആദ്യ പ്രവേഗം U എന്ന് പറഞ്ഞാൽ 0 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് കളർ ഒന്ന് മാറ്റി പിടിക്കാം. നമ്മൾ ആദ്യ പ്രവേഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യ പ്രവേഗം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കണം? U സമം 0 മീറ്റർ പെർ സെക്കൻഡ്. ഇതാ ഇവിടെയാണ് 0 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? 0 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അന്ത്യപ്രവേഗം എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ഇത് നേരെ ഇവിടെ എത്രയാണ്? 30 ആണ്. അപ്പോൾ V ഈസ് ഈക്വൽ ടു 30 മീറ്റർ പെർ സെക്കൻഡ്. ടൈം എത്രയായിരിക്കും? ഇതാ ടൈം ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 2 സെക്കൻഡ് ആണ്. അപ്പോൾ 2 സെക്കൻഡ്. അങ്ങനെയെങ്കിൽ ആക്സിലറേഷൻ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? A ഈസ് ഈക്വൽ ടു V മൈനസ് U/T അല്ലേ? V എന്ന് പറഞ്ഞാൽ എത്രയാണ്? V എന്ന് പറഞ്ഞാൽ 30 മൈനസ് U എന്ന് പറഞ്ഞാൽ 0/T എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 30/2 എന്ന് പറഞ്ഞാൽ നമുക്ക് 15 എന്ന് കിട്ടി, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ A ഈസ് ഈക്വൽ ടു V മൈനസ് U/T വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 30 മൈനസ് 0/2, അതായത് 15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നോക്കുക, നമുക്ക് ഗ്രാഫിനെ ബേസ് ചെയ്ത് ഇത്രയും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഇതെന്ത് ചെയ്യാൻ പാടില്ല, പഠിക്കാതെ നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോരുത്. അപ്പോൾ അടുത്ത എക്സാമിന്, നമ്മൾ ആനുവൽ എക്സാമിന് ഇനി കുറഞ്ഞ സമയം മാത്രമുള്ളൂ. ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള ചെറിയ കണ്ടന്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. ഇതെല്ലാവരും എന്ത് ചെയ്യുക? നിർബന്ധമായി പഠിച്ചിരിക്കണം. നമുക്ക് അടുത്ത എക്സാമിൽ എന്ത് ചെയ്യുക? കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് നേടാൻ കഴിയട്ടെ. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്.